നമസ്കാരം. റെഡി ടു സ്റ്റഡി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് സോഷ്യൽ സയൻസ് പുതിയ SCERT പാഠപുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററായ തുല്യതയിലേക്ക് എന്ന പാഠഭാഗത്തിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ആഹാരത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തി വന്നിട്ടുള്ള ചില സമരങ്ങളെക്കുറിച്ചാണ് ആദ്യം ഈ പാഠഭാഗത്ത് പറയുന്നത്. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. സമത്വ സമാജം സ്ഥാപിച്ചതാര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയതാര്? അയ്യ വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ അയ്യ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. അതുപോലെ അതിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അതാണ് സമപന്തി ഭോജനം. സമപന്തി ഭോജനം അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അയ്യ വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, സമപന്തി ഭോജനം. അതുപോലെ തന്നെ 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിയിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് മിശ്രഭോജനം നടന്നത്. മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിൽ. അതുപോലെ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ K അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ K അയ്യപ്പൻ ആണ് സഹോദരൻ അയ്യപ്പൻ. K അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ K അയ്യപ്പൻ. K അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ. 5ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിൽ തന്നെ 2ാമത്തെ തവണയാണ് നമ്മൾ മിശ്രഭോജനത്തിനെയും K അയ്യപ്പനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗമാണ്. വസ്ത്രധാരണത്തിലെ അസമത്വത്തിന് എതിരെ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവരുന്ന സമരമാണ് മേൽമുണ്ട് സമരം. വസ്ത്രധാരണത്തിന് ഉള്ള അസമത്വത്തിനെതിരെ, വസ്ത്രധാരണത്തിലെ അസമത്വത്തിനെതിരെയാണ് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകളാണ് 19ാം നൂറ്റാണ്ടിലാണ് സമരത്തിൻ്റെ പേര് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്നറിയപ്പെടും. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. മുന്നേയുള്ള പാഠഭാഗങ്ങളിൽ ഉത്രം തിരുനാൾ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് നടത്തിയ വിളംബരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ ചാന്നാർ ലഹളയ്ക്ക് ശേഷമുണ്ടായ കാര്യമാണ്, അല്ലെങ്കിൽ ചാന്നാർ ലഹള കാരണം ഉണ്ടായ കാര്യമാണ്. സോ മേൽമുണ്ട് സമരം, ചാന്നാർ ലഹള. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യൻകാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. പഞ്ചമി എന്ന ദളിത് ബാലികയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് എന്ന് ഇതിനു മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയാണ് പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെട്ട നവോത്ഥാന നായകൻ. സമൂഹത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനയിലുള്ള അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ചരിത്രപരമായ ഘടകങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള അസമത്വങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ പദ്ധതികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ. കൂടാതെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ.
അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്നും വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നു. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നു. എന്താണ് സബ്സിഡി എന്ന് നോക്കാം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ അതിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു. അടുത്തിടെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്ന മേഖലയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും, അവിടെ വേറെ മാനദണ്ഡങ്ങളോ എന്നൊന്നുമില്ല. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ. അപ്പം 100 ദിവസത്തിൽ കുറയാത്ത തൊഴിലാണ്. അത് ഒരു കുടുംബത്തിനാണ് കൊടുക്കുന്നത്. ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ. ഒരു കുടുംബത്തിന് 100 ദിവസത്തെ തൊഴിൽ. ഗ്രാമീണ മേഖലയിലുള്ള ഏതൊരു കുടുംബത്തിനും ഇതിൽ ചേരാവുന്നതാണ്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം തൊഴിൽ ചെയ്യാൻ സാഹചര്യമുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടത്തുന്ന പദ്ധതിയാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. ഇനി പാർപ്പിടവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ LIFE ലൈഫ്. അതിൻ്റെ ഫുൾ ഫോം ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നാണ്. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. ലൈഫിൻ്റെ ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിലുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ. എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും. ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ളതാണ് പറയുന്നത്. ഭൂരഹിതർ. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ലൈഫ്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. അടുത്ത പദ്ധതിയാണ് തീരമൈത്രി. തീരമൈത്രി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ തീരമൈത്രി പദ്ധതിയുടെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി വനിതകളാണ്. മത്സ്യത്തൊഴിലാളി വനിതകൾ അവരുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം, അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തീരമൈത്രി. തീരമൈത്രി മത്സ്യത്തൊഴിലാളി വനിതകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അടുത്ത പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ്
പദ്ധതിയുടെ ലക്ഷ്യം കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കൈവല്യ. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി. വിദ്യാവാഹിനി, വിദ്യാർത്ഥികൾക്ക് വാഹനം, വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷാ പദ്ധതി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ജനനി ജന്മരക്ഷ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരവുമായി ബന്ധപ്പെട്ടത് കേരള സർക്കാർ പദ്ധതി. പ്രതിഭാതീരം. പ്രതിഭാതീരം. പ്രതിഭാതീരം തീരത്തിൽ തന്നെയുണ്ട്. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം. പ്രതിഭ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം. പ്രതിഭ വിദ്യാഭ്യാസം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. തീരദേശം. പ്രതിഭാതീരം. തീരദേശം. പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഗോത്രബന്ധു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. അതുപോലെ കൊഴിഞ്ഞുപോക്ക് തടയുക. ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഗോത്രബന്ധു. 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 ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക. ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ തന്നെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഗോത്ര വിഭാഗക്കാരെ തന്നെ. ഏത്? ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള ഗോത്ര വിഭാഗക്കാരെ തന്നെ അധ്യാപകരെ നിയമിക്കുന്ന പദ്ധതി. 5ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠഭാഗത്തു നിന്ന് PSCക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.